ഹായ്, ഞാനൊരു കഥ പറയട്ടെ. ഒരു കഥ சொல்லிட்டா സാർ. തെരുവിൽ നിന്നും സ്വന്തം കഴിവുകൊണ്ട് ലോകം വെട്ടിപ്പിടിച്ച ഒരു രാജാവിൻ്റെ കഥ. സിംഹാസനവും ജീവനും നിലനിർത്താൻ വേണ്ടി എന്നും പോരാടിക്കൊണ്ടേയിരിക്കേണ്ടി വരുന്ന ഒരു രാജാവിൻ്റെ കഥ. ഈ കഥ നടക്കുന്ന പശ്ചാത്തലം ഒരു യുദ്ധഭൂമിയാണ്. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം, വെള്ളവും രക്തവും ഒരുപോലെ മണ്ണിൽ ചേർന്ന ഒരു ദിവസം. രഥത്തിലേറി തൻ്റെ പടയാളികളെയും കൊണ്ട് യുദ്ധക്കളത്തിൽ രാജാവ് മുന്നോട്ട് കുതിച്ചു. എതിരിൽ രാജാവ് ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത എതിരാളികൾ. അവരുടെ പടയാളികൾ തങ്ങളെക്കാൾ ബലവാന്മാർ, ഉയരത്തിലും ശക്തിയിലും തങ്ങളുടെ പടയാളികളെക്കാൾ മികച്ചവർ. അതോടൊപ്പം അവർക്കൊരു ചരിത്രം കൂടിയുണ്ട്. രാജാവിൻ്റെ പൂർവികരെയും വംശത്തെയും വർഷങ്ങൾക്ക് മുന്നേ ഒരു യുദ്ധക്കളത്തിൽ വെച്ച് ഇവർ തോൽപ്പിച്ചിട്ടുണ്ട്. കണക്കുകൾ തീർക്കാൻ മുന്നോട്ട് ഒരുപാട് ദൂരം ഇനിയുമുണ്ട്. അയാളുടെ പതനത്തിനായി കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകളാണ് അയാൾക്ക് ചുറ്റും. യുദ്ധത്തിൻ്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ എതിരാളികൾ രാജാവിൻ്റെ മധ്യപ്രതിരോധത്തെ തകർത്തെറിഞ്ഞു. യുദ്ധം അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. രാജാവിന് ചുറ്റുമുള്ളതെല്ലാം വീണിരിക്കുന്നു. എതിരാളികൾ അടുത്തു വന്നിരിക്കുന്നു. അവർക്കിനി ഭേദിക്കാൻ വലിയ തടസ്സങ്ങളൊന്നുമില്ല. രാജാവിലേക്ക് അവർക്കുള്ള ദൂരം വളരെ ചെറുതാണിപ്പോൾ. രാജാവിനിപ്പോൾ തന്നെ മരണം തൊട്ടു മുന്നിൽ കാണാം. ഈ യുദ്ധം ചിലപ്പോൾ അത് രാജാവിൻ്റെ അവസാനത്തേതാവാം. ആ നിമിഷം രാജാവ് അത് തിരിച്ചറിയുന്നുണ്ട്. മഴ ഇപ്പോഴും ശക്തമായി പെയ്യുന്നു. മുന്നോട്ടുള്ള കാഴ്ച മങ്ങുന്നു. ജയം മാത്രമല്ല, ജീവനും കൂടി വേണ്ടിയുള്ളതാണ് ഈ യുദ്ധം. മഴയിൽ രാജാവിൻ്റെ രഥത്തിൻ്റെ ചക്രം മണ്ണിൽ താഴ്ന്നു. ഇനി മുന്നോട്ട് എന്തെന്ന് രാജാവിന് ഒന്നും വ്യക്തമല്ല. ലോകം അറിഞ്ഞു ഇന്ന് രാജാവിൻ്റെ പതനമാണെന്ന്. ആഘോഷിക്കാനായി അവർ ഒരുങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ സൈന്യം രാജാവിനെ നോക്കി. കിരീടം താഴെ വെച്ച് രാജാവ് രഥം വിട്ട് നിലത്തിറങ്ങി. ഒരു പടയാളിയെപ്പോലെ തൻ്റെ സൈന്യത്തോടൊപ്പം മുന്നിൽ നിന്ന് അയാൾ പട നയിച്ചു. ലോകം മുഴുവൻ ഒരു പക്ഷത്ത്, രാജാവും സൈന്യവും മറ്റൊരു പക്ഷത്ത്. ആ ദിവസം തീരുന്നതിന് മുന്നേ തൻ്റെ എതിരാളികളെ മുഴുവൻ വെട്ടി വീഴ്ത്തി രാജാവ് ആ യുദ്ധം ജയിച്ചു. ശക്തമായ കൊടുങ്കാറ്റിനും പേമാരിക്കും തകർത്തെറിയാൻ കഴിയാത്ത ആ യോദ്ധാവ് ലോകത്തിന് മുന്നിൽ മികച്ച ഒരു രാജാവായിരിക്കാം. വിധി പോലും തോറ്റുപോകും അയാളുടെ മനസാന്നിധ്യത്തിന് മുന്നിൽ. ഇന്ന് ലോകം മനസ്സിലാക്കുന്നു, ഒരു സൈന്യത്തിനും അയാളെ വീഴ്ത്താൻ സാധിക്കില്ല എന്ന്. അയാളുടെ തോൽവി ആഗ്രഹിച്ചവർ തലകുനിച്ചു മടങ്ങി. കാരണം ഇത്രയും നാൾ അവർ തോൽപ്പിക്കാൻ ശ്രമിച്ചത് വർഷങ്ങൾക്കിപ്പുറം അവതരിച്ച ദൈവപുത്രനെയാണ്. യുദ്ധം ജയിച്ച രാജാവും സൈന്യവും തിരിച്ചു മടങ്ങി. വർഷം 2026 ജൂൺ 14 അർജന്റീന ഫെഡറേഷൻ ഫിഫയ്ക്ക് കൊടുത്ത സെമി ഫൈനൽ സ്ക്രിപ്റ്റാണിത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സ്ക്രിപ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിലാണ്. ദ സ്ക്രിപ്റ്റ് ഈസ് റിട്ടൺ ബൈ ലയണൽ സ്കലോനി ആൻഡ് ഡയറക്റ്റഡ് ബൈ ലയണൽ മെസ്സി. വെയിറ്റ്. പക്ഷേ ഈ കഥയുടെ ക്ലൈമാക്സിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനൊരു ടെയിൽ എൻഡ് കൂടിയുണ്ട്.